ജോസഫ് 4 മിനിറ്റ്. മാഡം, കേരളത്തെ ഒരു പുതിയ വികസന പാതയിലേക്ക്, ഒരു പുതുയുഗത്തിലേക്കും നയിക്കുന്ന ഒരു ബജറ്റിൻ്റെ ഈ ധനാഭ്യർത്ഥനയെ ഞാൻ പൂർണ്ണ മനസ്സോടെ പിന്തുണയ്ക്കുക. പ്രധാനമായും കഴിഞ്ഞ ആദ്യ ബജറ്റിനേക്കാളും നികുതി നികുതിയേതര വരുമാനത്തിൽ 6000 കോടി രൂപയോളം അധിക സമാഹരണം ഈ പുതിയ ബജറ്റ് ലക്ഷ്യമിടുന്നു. കേരളത്തിൽ 10,000 ലക്ഷക്കണക്കിന് പുതിയ തൊഴിൽ സാധ്യതകൾക്ക് രൂപം കൊടുക്കുന്ന, കേരളത്തിൻ്റെ തീരദേശവും ജലസ്രോതസ്സുകളും അന്തർദേശീയ വിമാനത്താവളങ്ങളുമൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് മിഷൻ സമുദ്ര പദ്ധതി എടുത്തു പറയേണ്ട ഒരു പുതിയ പദ്ധതിയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ നദികൾ വീണ്ടും ചെറിയ ചരക്ക് ബോട്ടുകൾക്ക് നാവിഗബിൾ ആക്കേണ്ട ഒരു ആവശ്യകത ഞാൻ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കൂടാതെ ഏവിയേഷൻ ഹബ്ബ്, കേരള നോളജ് വാലി, അതുപോലെ തന്നെ ഹെൽത്ത്, സയൻസ് സിറ്റി, ഫിലിം സിറ്റി തുടങ്ങി ഒരു നോളജ് ബേസ് എക്കോണമിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പുതിയ ബജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആരോഗ്യ മേഖലയ്ക്കും അതുപോലെ തന്നെ വ്യവസായ മേഖലയിലുമൊക്കെ കഴിഞ്ഞ സർക്കാർ കഴിഞ്ഞ സാമ്പത്തിക വർഷം വിനിയോഗിച്ചതിനേക്കാൾ അധികമായി നമ്മൾ തുക വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ കിൻഫ്ര, വിവരസാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളൊക്കെ ഇന്ന് കേരളത്തെ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള ഒരു പുതിയ ഒരു ക്യാമ്പയിനാണ് എടുത്തു പറയേണ്ട മറ്റൊരു പദ്ധതി. മാഡം, ഞാനിന്ന് സഭയിൽ നിൽക്കുന്നത് ഐ ആം എ തൂഫാൻ വാരിയർ എന്നൊരു ബാഡ്ജ് കുത്തിക്കൊണ്ടാണ്. ലോക ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 തൊടുപുഴയിൽ നടന്ന ചടങ്ങിൽ അന്ന് പങ്കെടുത്തവർക്ക് നൽകിയൊരു ബാഡ്ജാണ്. മാഡം, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെയേറെ, ഇടുക്കി ജില്ലയിൽ മാത്രം ഏതാണ്ട് 700ഓളം അറസ്റ്റുകൾ ഈ ഇതുവരെ നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ഉപയോഗിക്കുന്നവരെയും അതിൻ്റെ പെഡ്ലേഴ്സിനെയും നമ്മൾ അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ വിട്ടുപോകാതെ ഇരിക്കേണ്ടത്, ഈ ഉപയോഗിക്കുന്നവർ തന്നെയാണ് ഈ ഡ്രഗ്സ് ഏറ്റവും അധികം വിപണനം നടത്തുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് നമ്മൾ മദ്യത്തിന് അടിമപ്പെട്ടതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള പദ്ധതികളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നർക്കോട്ടിക്സ് അനോണിമസ് എന്ന് പറയുന്നത്. ഈ ലഹരിയിൽ നിന്നും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരെ, അവരെ പുനരുദ്ധീകരിക്കുന്നതിന് എല്ലാ ജില്ലാ തലങ്ങളിലും നർക്കോട്ടിക്സ് അനോണിമസ് എന്നൊരു ഗ്രൂപ്പ്, അത് നമ്മുടെ ആഭ്യന്തര വകുപ്പും ആരോഗ്യ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും നമ്മളെ ക്യാച്ച് ദം യങ്, ഇവിടെ പറയുക ഉണ്ടായി, മിഠായി കൊടുത്താണ് കുട്ടികളെ അവർ വഴിതെറ്റിക്കുന്നത്. നമ്മൾ ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് എല്ലാവരും പറയും. പക്ഷേ ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം നടക്കുന്ന പ്രീ പ്രൈമറി, കിൻഡർ ഗാർട്ടൻ തൊട്ട് 4 വയസ്സ് വരെയുള്ള ആ കാലഘട്ടത്തിലാണ് നിർഭാഗ്യവശാൽ നമ്മുടെ സംസ്ഥാനത്തും ഇന്ത്യ മൊത്തത്തും ഏറ്റവും കുറവ് മുതൽ മുടക്ക് നടത്തുന്നത്. ഈ ചെറിയ കുട്ടികളെ ആ ചെറുപ്രായത്തിൽ തന്നെ ഈ രീതിയിലുള്ള ഓറിയൻറ്റേഷനുകൾ കൊടുക്കുക, അവരെ പൗരബോധമുള്ള, രാഷ്ട്രബോധമുള്ള, കാര്യപ്രാപ്തിയുള്ള ഒരു പുതുതലമുറയായി നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിനും സമൂഹ നിർമ്മാണത്തിനും വേണ്ടി അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്വം ഈ നമ്മുടെ നിയമസഭയ്ക്കും നമ്മുടെ സമൂഹത്തിനുമുണ്ട്. പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൽ നമ്മൾ ഇനി അധികം തുക മുടക്കേണ്ടിയിരിക്കുന്നു. തൊടുപുഴയിൽ ഈ കഴിഞ്ഞ ദിവസം 17 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി ഒരു കുളം കാണാൻ പോയത്, കുളത്തിൽ മുങ്ങി മരിച്ചു. ഇത്രയേറെ പുഴകളും തടാകങ്ങളും ഏതാണ്ട് 700ഓളം കിലോമീറ്റർ സമുദ്രമുള്ള ഒരു തീരവുമുള്ള നമ്മുടെ ഈ സംസ്ഥാനത്ത് ആളുകൾ മുങ്ങി മരിക്കുന്നു പറഞ്ഞാൽ അത് നമ്മൾ ലജ്ജിക്കേണ്ട കാര്യമാണ്. നീന്തൽ എന്നത് നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായി തന്നെ മാറ്റണം. അതുപോലെ തന്നെ ഈ സമയം പോയതുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു പദ്ധതികൾ നമ്മൾ നടപ്പാക്കുമ്പോൾ ഇന്ന് നമ്മുടെ സർക്കാർ തലത്തിൽ നിയമങ്ങളുടെ മറപറ്റി ഒരാളൊരു പുതിയ സംരംഭം കൊണ്ടുവന്നാൽ അത് എങ്ങനെ നടപ്പാക്കാതിരിക്കണം എന്നുള്ള രീതിയിലാണ് ചിലരുടെ മൈൻഡ് സെറ്റ്. നമുക്ക് നമ്മുടെ സർക്കാർ തലങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് ഓറിയൻറ്റേഷൻ കൊടുക്കണം, അവരെ ട്രെയിൻ ചെയ്യണം. അവർ പദ്ധതികളുടെ ആരാച്ചാർമാരല്ല, ഫെസിലിറ്റേറ്റേഴ്സ് ആകാനുള്ള രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ വളർത്തേണ്ടിയിരിക്കുന്നു. പദ്ധതികൾ നടപ്പാക്കുന്നതിന് ഇൻസെൻറ്റിവൈസ് ചെയ്യുക, വേണമെങ്കിൽ ഇൻസെൻറ്റിവൈസ് ചെയ്യുക, അത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തെ ഒരു
അതുപോലെ തന്നെ ഫിലിം സിറ്റി എന്നുള്ളത്, അത് ഈ തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ ഒരു ഫിലിം കം നോളജ് സിറ്റിക്ക് വേണ്ടി സർക്കാർ തുക വകയിരുത്തിയിട്ടുണ്ട്. ജെ സി ഡാനിയൽ ഇൻ്റർനാഷണൽ ഫിലിം സിറ്റി എന്ന് പറയുന്നത് വളരെ നൂതനമായ ഒരു ആശയമാണ്. തൊടുപുഴ അതിന് അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണ് എന്ന് സഭയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ ധനാഭ്യർത്ഥനയെ ഒരിക്കൽ കൂടി പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.